ഇന്ത്യയിൽ 100 കോടി ജനങ്ങൾക്ക് ആവശ്യാനുസരണം ചെലവഴിക്കാൻ പണമില്ലെന്ന റിപ്പോർട്ട്. 10% പേർക്ക് മാത്രമാണ് ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ പണം കൈവശമുള്ളതെന്നും ബ്ലൂം വെഞ്ചേഴ്സിന്റെ ഇൻഡസ് വാർഷിക റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ എക്സ്പീരിയൻസ് ഇക്കണോമി ഉയർന്നു വരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കോടി ജനതയുള്ള ഇന്ത്യയിൽ 100 കോടി പേർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിക്കാൻ പണമില്ലെന്നാണ് ബ്ലൂം വെഞ്ചേഴ്സിന്റെ റിപ്പോർട്ട്. ഇന്ത്യയിൽ 10% പേർക്ക് മാത്രമാണ് വിവേചനപരമായ രീതിയിൽ പണം ചെലവഴിക്കാനുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു. സാമ്പത്തിക രംഗത്തെ ചലിപ്പിക്കാവുന്ന രീതിയിൽ ഇടപെടൽ നടത്താനാകുന്നതും ഈ 10% മാത്രം. വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയായ ബ്ലൂം വെഞ്ചേഴ്സ് ആണ് ഇന്ത്യൻ സമൂഹത്തിലെ ഈ അസമത്വത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സമ്പന്നർ പണം വർദ്ധിപ്പിക്കുമ്പോൾ ദരിദ്രർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം പണം ആവശ്യാനുസരണം ചെലവഴിച്ചു തുടങ്ങുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ടെന്നും UPI പേയ്മെന്റാണ് ഈയൊരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വഴിവെക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ജനതയുടെ ഉപഭോക്തൃ രീതിയിലും ബ്രാൻഡുകൾ ഇന്ത്യൻ മാർക്കറ്റുകളെ നോക്കിക്കാണുന്ന രീതിയിലും മാറ്റം വന്നു. പ്രീമിയം ഉപഭോക്താക്കളിലേക്ക് ബ്രാൻഡുകൾ കൂടുതൽ ശ്രദ്ധയൂന്നി. മൊബൈൽ ഫോൺ വിപണിയിലും ലക്ഷറി ബ്രാൻഡുകളിലും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളിലും ഇത് ട്രെൻഡായി. പ്രീമിയം ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തവർക്ക് മാർക്കറ്റ് നഷ്ടമായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എക്സ്പീരിയൻസ് എക്കോണമിയും വളർന്നുവരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനുദാഹരണമാണ് കോൾഡ് പ്ലേ, എഡ് ഷീരൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സംഗീത പ്രോഗ്രാമുകളുടെ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റഴിഞ്ഞത്. ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം വലിയ തോതിൽ ഉയർന്നെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 1990കളിൽ 10% ആളുകൾ മാത്രമാണ് ദേശീയ വരുമാനത്തിന്റെ 34% കൈവശം വെച്ചതെങ്കിൽ 2025 ഇത് 57.7% വർദ്ധിച്ചു. അതേസമയം താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വരുമാനം 22.2% നിന്ന് 15% താഴ്ന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉയർച്ച ഉണ്ടായെങ്കിലും പ്രതിശീർഷ ഉപഭോഗ ചെലവിൽ ഇപ്പോഴും ചൈനയ്ക്ക് പിന്നിലാണ് ഇന്ത്യയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്രെഡിറ്റ് കാർഡുകളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ഉപയോഗം കുറവാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.